പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇപ്പം നമ്മൾ വാഹനം റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത്, അതായത് സ്പോക്ക് വീലുള്ള വണ്ടികൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ആവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീലിൻ്റെ സ്പോക്സ് റീടൂർ ചെയ്യുക എന്നുള്ളത്. ഇത് ഡ്രോയിങ് എന്ന് പറഞ്ഞത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ വണ്ടിക്ക് വൈബ്രേഷൻ കൂടും. അതായത് ഫ്രണ്ടിലെ വീലാണ് ഔട്ട് എങ്കിൽ 60ൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് വണ്ടിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാക്കും. അല്ല ബാക്കിൽ വീലാണ് നമുക്ക് ഡ്രോയിങ് ഔട്ടായതെങ്കിൽ സീറ്റിൻ്റെ ഭാഗം ബാക്കിൽ ഇരിക്കുന്ന ആളുകൾ ശരിക്കും നല്ലൊരു വൈബ്രേഷൻ, അതായത് ഒരു മോബ്ലിങ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ട്രൂ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതായത് വണ്ടി സ്മൂത്തായിട്ട് റോയൽ എൻഫീൽഡ് എന്നുള്ള സ്പോക്സിലുള്ള ഏതൊരു വണ്ടിയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് റോഡ് കിടന്ന് ഇപ്പം റബ്രൈസ് റോഡാണല്ലോ, മുമ്പത്തെ മാതിരി ഒന്നുമല്ല അറിയാം. ഇപ്പം റബ്രൈസ് റോഡിലോട്ട് കയറ്റി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വണ്ടി ഡ്രോയിങ് ഔട്ടാണോ. ഔട്ടാണെങ്കിൽ വണ്ടി ഇങ്ങനെ പൊളഞ്ഞ് കളിക്കും, അതല്ല അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ വണ്ടി ഇങ്ങനെ ചാടി കളിക്കും, അതാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ വൃത്തിയായിട്ട് ട്രൂ ചെയ്തെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിപ്പോൾ ഒന്ന് ട്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ വേറൊന്ന് ഇത് പുതിയ റിമോട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിലെ വണ്ടിയാണെങ്കിലും ഫ്രണ്ടിൽ സ്പോക്സ് ഉള്ള വണ്ടി, അലവിലല്ലാത്ത വണ്ടി, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇപ്പോൾ അലവിൽ കയറ്റിയ ആളുകൾക്ക്, അലവിലുള്ള ആൾക്ക് അങ്ങനത്തെ വിഷയം ഫീൽ ചെയ്യില്ല. അപ്പോൾ അലവിലുള്ള സമയത്ത് ചെയ്യണമെന്ന് ടയർ ഔട്ടായ മാത്രമേ അതാവുള്ളൂ. ടയർ എഡ്ജ് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ വരുള്ളൂ. റിമ്മിൻ്റെ ഡ്രോയിങ്ങിന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടയർ ഔട്ടായ മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ ഈ സൗണ്ട് ഉണ്ടല്ലേ, അപ്പോൾ ചില ആളുകൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സൗണ്ടുമായിട്ട് വരുന്നു ബാക്ക് വീലിൽ നിന്ന്. അപ്പോൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിലെ വീലിൻ്റെ റിമ്മിൻ്റെ സ്പോക്സ് ലൂസ് ഉണ്ടോ നോക്കണം. അപ്പോൾ എപ്പോഴും സ്പോക്സ് വീൽ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, സ്പോക്ക് വീലാണെങ്കിൽ വണ്ടീൻ്റെ മുകളിലുള്ളതെങ്കിൽ അതിൻ്റെ ഓരോ ഇതും ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും സ്പോക്സ് ലൂസ് ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യണം. അതേമാതിരി ഓവറായി ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓവറായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോക്സ് പൊട്ടും. അതിൻ്റേതായ ടോർക്ക് വെച്ചിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏതൊരു വണ്ടിയും സ്പോക്ക് വീലാണെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട പണിയാണ്. ഓരോ സർവീസിനും ഒരു 5000-10000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് ബാക്കിലെ സ്പോക്സിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുക. അതേമാതിരി ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ആളുകളും ഇതിൻ്റെ സ്പോക്സിൻ്റെ കണ്ടീഷൻ നോക്കുക. സ്പോക്സ് ടൈറ്റാണോ ലൂസാണോ, അല്ല വഴിയിൽ കിടന്നിട്ട് വല്ല കുയിലോ പെട്ടെന്ന് ചാടുകയാണെങ്കിലൊക്കെ വണ്ടി സ്പോക്സൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കംപ്ലയിൻസ് കിട്ടി വരുന്നുണ്ട്. സ്പോക്സ് പൊട്ടുക എന്നുള്ളതിൻ്റെ ഒരു കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. അത്ര വെയിറ്റുള്ള വണ്ടിയാണ്. അതുമാതിരി തന്നെ വെയിറ്റ് രണ്ട് പില്ലർ റൈഡേഴ്സൊക്കെ വെച്ച് ഓടുന്ന സമയത്ത് ലോങ് ആണ് പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഇതിൻ്റെ സ്പോക്സിൻ്റെ കണ്ടീഷൻ എന്താ നോക്കുക. സ്പോക്സ് പൊട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൂസോ, അതല്ലെങ്കിൽ ഇതേമാതിരി ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇതേമാതിരി എഡ്ജ് കയറി നിൽക്കുക, ഇതേമാതിരി ചാടി നിൽക്കുക. ചില സ്പോക്സൊക്കെ ലൂസായിട്ട് ഇങ്ങനെ എഡ്ജൊക്കെ ഇങ്ങനെ കയറി നിൽക്കുക, ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുക, ഫുള്ള് സീറ്റിംഗ് ആണോ നോക്കുക. അതേമാതിരി ഇങ്ങനെ കയറിയിട്ടോ ഇറങ്ങിയിട്ടോ എല്ലാം നിൽക്കണ്ടോ നോക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ട്രൂ ചെയ്തിട്ട് കാണിക്കാനുള്ള ടൈമില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പം ഫ്രണ്ടിൽ വീല് 60ൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് ഹാൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ വീലിൻ്റെ സ്പോക്സ് ഔട്ടാണോ, അതായത് അപ്പ് ആൻഡ് ഡൗൺ ആണോ നോക്കുക. ഒന്ന് സെൻറ്റർ സ്റ്റാൻഡ് കയറ്റിയിട്ടൊന്ന് കറക്കി നോക്കിയാൽ ഔട്ടാണോ എന്നുള്ളത്. അതല്ലെങ്കിൽ ബാക്കാണ് നിങ്ങൾ കുടഞ്ഞ് കളിക്കുന്നതെങ്കിൽ, ഫ്രണ്ടല്ല ബാക്ക് ഇങ്ങനെ കുടഞ്ഞ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് വീല് നോക്കുക. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. റോയൽ എൻഫീൽഡ് വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ സർവീസ് ചെയ്യുന്നതോടുകൂടെ, അപ്പോൾ സർവീസ് സെൻറ്ററിൽ നിന്നും ഇപ്പോൾ ഈ ഒരു സാധാരണ അവൈലബിൾ അല്ല. സർവീസ് സെൻറ്ററിൽ ഈ ഒരു വിഷയം അവിടെ ചെയ്യുന്നില്ല. അപ്പോൾ പുറത്തെടുത്ത് ചെയ്യിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി റോഡിൽ കടന്നിട്ട് ചെറുങ്ങനെ ഒരു അണീവനായിട്ടുള്ള റൈഡിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 2 വീലിൻ്റെയും ഡ്രോയിങ് നോക്കുക, അതിൻ്റെ ലെവലിങ് ട്യൂണിങ് നോക്കുക. അത് ശരിച്ച് കറക്റ്റ് ഡ്രോയിങ് ചെയ്തെടുത്ത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വണ്ടി സ്മൂത്തായിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ, വൈബ്രേഷൻ അല്ലാതെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ക്ഷീണമല്ലാതെ. ഇത് വല്ലാതെ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് റൈഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും കേട്ടോ. അതായത് മൊത്തത്തിലൊരു കുടച്ചിലേക്ക് വണ്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇവിടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.